ഹലോ ഗായ്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത് അതിനെക്കുറിച്ചുള്ള റീസണാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ എയർലൈനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഒരു ചാനൽ കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, അതുപോലെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഒരു ചാനലിൽ 100 days സ്ഥലം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോസ് ഡെയിലി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. March 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസണാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് എനിക്കൊരു വാവയുണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുവാണ്. ഒരു 8 മാസമാണ് എൻ്റെ വാവയ്ക്ക് പ്രായം. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ വീനിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമ്മൾ കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ 2-3 ഫീഡ്സ് എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. പക്ഷെ അവന് 2 ആഴ്ച മുന്നേ ആണെങ്കിൽ മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നേ. മുട്ട കൊടുത്ത് കഴിച്ചു തുടങ്ങിയ പിന്നെ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് റീസൺ എന്ന് എനിക്കറിയത്തില്ല, അവൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. വൊമിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വലിയ ആൾക്കാർ വൊമിറ്റ് ചെയ്യത്തില്ല, അതുപോലെ വൊമിറ്റ് ചെയ്ത് കുഞ്ഞ് ഭയങ്കര തളർന്നു പോയി. ഞാനും കുറച്ചൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. പല തവണ വൊമിറ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര കുറവാണ്. പിന്നെ കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് ആണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഒറ്റയ്ക്കൊന്നും കിടക്കത്തില്ല. അപ്പം നേരത്തെ കുറച്ചൊക്കെ കിടക്കുമായിരുന്നു, ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ഗ്യാപ്പ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അവൻ ഒട്ടും കിടക്കത്തില്ല തന്നെ. എപ്പോഴും ഞാൻ കൂടെ തന്നെ വേണം. പിന്നെ ഉറങ്ങുന്നതാണെങ്കിലും നമ്മുടെ നെഞ്ചത്ത് കിടന്ന് അവൻ ഉറങ്ങത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ്. വീഡിയോ ഷൂട്ടിങ് ഭയങ്കര പാടായിട്ടിരിക്കുവാണ്. അത് മാത്രമല്ല, എഡിറ്റിംഗ് ആണെങ്കിലും നല്ല പാടാണ്. കാരണം അവൻ എൻ്റെ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി വോയിസ് ഡിസ്റ്റർബൻസ് വരാറുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, കൂടുതലും ഞാൻ വോയിസ് ഓവർ വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ റെക്കോർഡിങ്സിൻ്റെ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും എഡിറ്റിംഗ്, പിന്നെ ഭയങ്കര പാടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് ഭയങ്കര ഡിലേ ആയി പോയത്. പിന്നെ വിചാരിക്കുന്ന സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ അവൻ ഭയങ്കര കരച്ചിലാവും. അപ്പം നമുക്ക് പ്രയോറിറ്റി അവനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഒന്നും വിചാരിക്കുന്ന പോലെ നടക്കാത്തത് കൊണ്ടാണ് വീഡിയോസ് വിചാരിക്കുന്ന പോലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതൊന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ശ്രമിച്ചിട്ടൊന്നും റെഡി ആവുന്നില്ലായിരുന്നു. അതാണ് എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോൾ ജസ്റ്റ് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഈ ഒരു വീക്കൊക്കെ അപ്പോൾ അവൻ കുറച്ച് ബെറ്റർ ആയി. കഴിഞ്ഞ ആഴ്ചയൊക്കെ ആണെങ്കിലും കുറച്ച് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ആഴ്ചയൊക്കെ അപ്പോൾ അവൻ കുറച്ച് ബെറ്റർ ആയതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഷൂട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ ഞാൻ പറയുവാണ്, ഇന്ന് തുടങ്ങിയിട്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 5:30 PM നാട്ടിലെ ടൈം വീഡിയോസ് എന്തായാലും ഉണ്ടായിരിക്കും. ചാനൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രാർത്ഥനയിൽ അവനെ കൂടെ ഓർക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സാഹചര്യം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിവിടെ ഒറ്റയ്ക്കാണുള്ളത്. ഹസ്ബൻഡ് ആണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാലും നമ്മൾ ഒറ്റയ്ക്കെല്ലാം മാനേജ് ചെയ്യണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ ഒരുപാട് കാര്യങ്ങളായിട്ട് തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് വിചാരിക്കുന്ന പോലെ എല്ലാം ബാലൻസ്ഡ് പോകാൻ കുറച്ച് പാടായിരുന്നു. കാരണം ഭാവയ്ക്കും കൂടി ഇങ്ങനെ ആയപ്പം നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുമല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ബാലൻസിലാണ് എല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ ഭാവയ്ക്കും കൂടെ പെട്ടെന്ന് ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. കാരണം നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ പരിശുദ്ധമ്മ കൂടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോസ് വിചാരിക്കുന്ന പോലെ ഒന്നും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കരുത്. അവനാണെങ്കിൽ അപ്പുറത്ത് പ്ലേ പെന്നിൽ കിടത്തിയേക്കുവാണ്. അവനാണെങ്കിൽ നമ്മൾ കൂടെ തന്നെ വേണം എപ്പോഴും. 5 മിനിറ്റ് പോലും കിടക്കത്തില്ല. ജസ്റ്റ് ഒന്ന് കിടന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. ഫുൾ ടൈം എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ കൺസിഡർ ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ ഇപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നത്. അപ്പോൾ ഇനി തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസിന് വേണ്ടെന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അതൊക്കെ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയുവാണ്, ഐ എം എക്സ്ട്രീംലി സോറി. എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. പക്ഷേ ഞാൻ പറയുവാണ്, ഇന്ന് തുടങ്ങിയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 PM നാട്ടിലെ ടൈം നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ കയറി നോക്കുക. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം എനിക്കാണെന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും അപ്ലോഡ് ആവുന്നില്ലായിരുന്നു. രാത്രി മൊത്തം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കിയിട്ടും അപ്ലോഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് കാരണമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയും കുറച്ച് വള്ളികൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ടാപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ കുട്ടി ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ. ആൻഡ് ദിസ് സന്നു സൈനിങ് ഓഫ്.